ഗൈസ് ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ കാണിക്കാന്നിട്ടാ. സോ കണ്ടാലോ. സോ ഗൈസ് എന്നോട് കുറേ പേര് DM-ൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കൊളാബ് കിട്ടിയത്, ഡീറ്റെയിൽസ് പറഞ്ഞുതരുമെന്ന്. സോ ഇൻഷാല്ല ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തുതരാം കേട്ടോ, കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൊളാബ് കിട്ടാൻ എന്താ ചെയ്താന്ന്. സോ അങ്ങനെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ റൂമും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഉമ്മേനോട് തേങ്ങ കൊത്തി തരാൻ പറഞ്ഞു. തേങ്ങ ചിരവാൻ അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് കത്തി വെച്ച് ഇങ്ങനെ കാണിക്കണം. ഒരു വട്ടം ഒന്നല്ല ഞാൻ അറിയൂലല്ലോ. സത്യം പറയാൻ എനിക്ക് തേങ്ങ ചിരകാനും അറിയില്ല, പിന്നെ അത് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. സോ ഞാൻ മെയിനായിട്ട് എപ്പോഴും ചെയ്യണത് തേങ്ങ കൊത്തിയെടുത്ത് മിക്സിയിൽ അടിക്കലാണ് കേട്ടോ. സോ മാങ്ങ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വീട്ടിലെ രാവിലത്തെ പണി അടുക്കള പണിയൊക്കെ ഉമ്മയാണ് ചെയ്യണം, ബാക്കി പുറം പണിയാണ് കേട്ടോ കൂടുതലും ഞാൻ നോക്കണം. പിന്നെ പാത്രം മാത്രമേ ഞാൻ കഴുകാറുള്ളൂ. ഈ പാത്രം കണ്ടിട്ടുള്ള എൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂച്ചയെ വാഷിംഗ് മെഷീൻ്റെ പൊക്കത്തേറി കിടന്നിട്ട് അവൻ്റെ വീട്ടിൽ ഞാൻ കയറി ചെന്ന പോലത്തെ അവസ്ഥയായിരുന്നു. അങ്ങനെ അലക്കാനുള്ളതൊക്കെ അലക്കി ഉണക്കി എടുത്ത് വിരിച്ചിട്ട് കുഞ്ഞുനെ വർക്കിന് വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് എന്തായിരുന്നു, നീർദോശയും ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് തലയിൽ എണ്ണ തേച്ചിട്ട് എൻ്റെ മുടി നല്ല രീതിക്ക് കൊഴിയുന്നുണ്ട്, നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇപ്പോൾ എണ്ണ തേക്കാറുണ്ട്. അങ്ങനെ ഇന്ന് എണ്ണ തേച്ച് കുളിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ തലയിൽ എണ്ണയൊക്കെ തേച്ച് അടിച്ച് വാരി തുടച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, കുളിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ച് മാത്രം വാരിയുള്ളൂ, തുടക്കാനുള്ള ആവത് എനിക്ക് ഉണ്ടായിരുന്നില്ല, എനിക്ക് മടിയായി, അതാണ് സത്യം. അങ്ങനെ തുടച്ചില്ല. അങ്ങനെ മുഖമൊക്കെ കഴുകി ഒരു പഴമൊക്കെ തിന്ന്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.